നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് നിന്ന് ചിറ്റൂർ പോണ റോട്ടിൽ കൂടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ മണപ്പുള്ളിക്കാവ് ജംഗ്ഷൻ എത്തി. ഇവിടുന്ന് ഇടത്തോട്ട് തിരിയാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാലക്കാടിലെ ഇരട്ട ബ്രിട്ടീഷ് പാലങ്ങളാണ് കാണിക്കുന്നത്. അതെ, പാലക്കാട് ഒരച്ചിൽ വാർത്തെടുത്ത് പോലുള്ള 2 ബ്രിട്ടീഷ് പാലങ്ങളുണ്ട്. 65 വർഷത്തോളം പഴക്കമുണ്ട് ഈ പാലങ്ങൾക്ക്. ഈ ബ്രിട്ടീഷ് പാലങ്ങൾ 2 ഉള്ള കാര്യം പാലക്കാടിനെ പലർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല അടിപൊളി ഷൂട്ടിംഗ് ലൊക്കേഷനുകളാണ് ഈ 2 പാലങ്ങളും. അപ്പോൾ നമുക്ക് ആ ബ്രിട്ടീഷ് പാലങ്ങളുടെ കുറച്ച് നല്ല കാഴ്ചകൾ കാണാം. നമ്മളിപ്പോൾ ആദ്യം പോണ ബ്രിട്ടീഷ് പാലം പാലക്കാട് ചിറ്റൂർ റോഡിലെ കരിങ്കരപ്പുള്ളി പറഞ്ഞ സ്ഥലത്താണ്. കനാൽ എന്ന ഈ സ്ഥലത്തിന് പേരുണ്ട്. രണ്ടാമത്തെ പാലം മലമ്പുഴയുടെ അടുത്താണുള്ളത്. ഇത് കണ്ടു കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാം. ഏറ്റവും കൂടുതൽ ആളുകൾ കാഴ്ച കാണാൻ വരുന്നത് നമ്മളിപ്പോൾ ആദ്യം പോണ പാലത്തിലാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് പേര് ഈ പാലം കാണാനും കാഴ്ചകൾ ആസ്വദിക്കാനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതാണ് കരിങ്കരപ്പുള്ളി കനാല് ജംഗ്ഷൻ. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ ബ്രിട്ടീഷ് പാലം പോണ റോഡാണ്. ഇപ്പോൾ മലമ്പുഴ കനാലിൽ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പാലങ്ങളിലെ കാഴ്ചകൾക്കൊക്കെ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരിക്കും. നിങ്ങൾക്ക് കാണാം, ഈ പാതയുടെ ഇരുവശത്തും നിറയെ മരങ്ങളാണ്. അധികം വേപ്പ് മരങ്ങളാണ്. പണ്ട് ആരൊക്കെ വെച്ച് പിടിപ്പിച്ച തൈകൾ ഇപ്പോൾ എല്ലാവർക്കും ഒരു തണലൊരുക്കുകയാണ്. അതെന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പാലം. വലുപ്പം കൊണ്ട് പാലക്കാട്ടിലെ ചേട്ടൻ ബ്രിട്ടീഷ് പാലം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഏകദേശം 140 മീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം. മലമ്പുഴയ്ക്ക് അടുത്തുള്ള പാലത്തിന് ഇത്തിരി വലുപ്പം കുറവാണ്. ഇതാണ് ശോകനാശിനി പുഴ. കണ്ണാടിപ്പുഴ, യാക്കരപ്പുഴ എന്നൊക്കെ ഈ പുഴയെ വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലാണ് ഈ പാലം. പുഴയുടെ മുകളിൽ കൂടി കനാൽ ഒഴുകണ അടിപൊളി കാഴ്ചയാണ് ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് തന്നെയാണ് ഈ പാലത്തിൻ്റെ പ്രത്യേകത. അക്വഡക്റ്റ് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. ഇത് എവിടെ കാണാം, കണ്ണാടി അക്വഡക്റ്റ് എന്ന്. പാലത്തിൻ്റെ തൊട്ട് മുമ്പിൽ വെച്ചിട്ട് ഈ കനാൽ 2ആയി പിരിയുന്നുണ്ട്. ഒന്ന് നമ്മൾ നടക്കുന്ന പാലത്തിൻ്റെ അടിയിൽ കൂടിയിട്ടാണ് ഒഴുകുന്നത്. പാലം അവസാനിക്കുന്നിടത്ത് വെച്ചിട്ട് വീണ്ടും ഈ കനാലുകൾ ഒന്നാവും. ഇത് കണ്ടോ, നമുക്ക് പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചുറ്റുമുള്ള പ്രകൃതി സൗന്ദര്യമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ബാൽക്കണി പോലെ അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ പേര് ബ്രിട്ടീഷ് പാലമാണെങ്കിലും ഇത് കെട്ടിയത് ബ്രിട്ടീഷുകാരൊന്നുമല്ല. 1955 മലമ്പുഴ ഡാം കിട്ടുമ്പോൾ മദ്രാസ് ഗവൺമെൻറ്റാണ് ഈ പാലങ്ങൾ പണിതിരിക്കുന്നത്. ഈ പാലങ്ങളുടെ ഡിസൈനും സർവേയൊക്കെ ബ്രിട്ടീഷ് ഭരണകാലത്താണ് നടന്നതെന്നാണ് കിട്ടിയ വിവരം. അതുകൊണ്ടായിരിക്കും ബ്രിട്ടീഷ് പാലം എന്ന് പേര് വീണത്. ഇതൊക്കെ കേട്ടറിവാണ്, എത്രത്തോളം ശരിയാണെന്നറിയില്ല. ഇപ്പോൾ ഈ പാലം സിനിമാക്കാരുടെയും കല്യാണത്തിന് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യണവരുടെയൊക്കെ ഇഷ്ട ലൊക്കേഷനാണ്. ഒരു 50ഓളം സിനിമയെങ്കിലും ഇവിടെ ഷൂട്ട് ചെയ്ത് കാണണം. ഈ പാലത്തിലേക്ക് പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്ററേ ദൂരമുള്ളൂ. ഒരു വൈകുന്നേരം ചിലവഴിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഇവിടെ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിനടുത്ത് കടകളും മറ്റൊന്നുമില്ല. വെള്ളമോ മറ്റ് സ്നാക്സുകളോ വാങ്ങിക്കണമെങ്കിൽ നമ്മളിങ്ങോട്ട് തിരിഞ്ഞ കരിങ്കരപ്പുള്ളി ജംഗ്ഷനിൽ തന്നെ വാങ്ങിച്ചിട്ട് വരണം.
അടുത്തതായിട്ട് നമുക്ക് മലമ്പുഴയ്ക്ക് അടുത്തുള്ള ബ്രിട്ടീഷ് പാലത്തിലേക്ക് പോകാം. നമ്മുടെ ഒടിയൻ സിനിമയിലെ ചില സീനുകളൊക്കെ അവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് പാലക്കാട്ട് നിന്ന് കല്ലേപ്പുള്ളി കൊട്ടേക്കാട് വഴിയും അല്ലെങ്കിൽ കൽമണ്ഡപം വന്ന് അവിടുന്ന് കനാലോരം വഴി വന്നാലും ഇവിടെ എത്താൻ പറ്റും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ബ്രിട്ടീഷ് പാലം, അതായത് അനിയം പാലം. കോരയാറ് പുഴയ്ക്ക് കുറുകെയാണ് ഈ പാലം പണിതിരിക്കുന്നത്. നമ്മുടെ ഭാരതപ്പുഴയുടെ വേറൊരു കൈവഴിയാണ് ഈ കോരാർ പുഴ. നമ്മൾ നേരത്തെ കണ്ട ശോകനാശിനി പുഴ കുറച്ച് തെളിഞ്ഞിട്ടാണ് കണ്ടതെങ്കിൽ ഈ പുഴയിലെ വെള്ളം നന്നായി കലങ്ങി പറഞ്ഞിട്ടാണ് ഒഴുകുന്നത്. ഈ രണ്ട് പുഴകളും പറളി വെച്ച് ഒന്നാവും, പിന്നെ അതങ്ങോട്ട് ഭാരതപ്പുഴയായിട്ട് ഒഴുകും. ഇതിന് കോരാർ അക്വഡക്റ്റ് എന്നാണ് പേര്. നിങ്ങൾക്ക് കാണാം, രണ്ട് പാലങ്ങളും ഒരേ ഡിസൈനിൽ തന്നെയാണ്, ഒരച്ചിൽ വാർത്തെടുത്തത് പോലുള്ള ഡിസൈൻ. കരിങ്കിരപ്പള്ളിയിൽ നമ്മൾ നേരത്തെ കണ്ട പാലത്തിനേക്കാൾ വലിപ്പം കുറവാണ് ഈ പാലത്തിന്. 100 മീറ്ററാണ് ഇതിൻ്റെ നീളം. ഇവിടെയും നമ്മൾ നേരത്തെ കണ്ട പാലം പോലെ കനാൽ രണ്ടായി പിരിഞ്ഞൊഴുകി പാലം കഴിഞ്ഞാൽ വീണ്ടും ഒന്നാമുണ്ട്. ഒടിയൻ സിനിമയുടെ തുടക്കത്തിൽ മോഹൻലാലിനെ സന്തോഷ് കീഴാറ്റൂരി ചവിട്ടണ ഒരു രാത്രി സീനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അത് ഈ ഭാഗത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അന്ന് രാത്രി 8 മണിക്ക് ആരംഭിച്ച ഷൂട്ട് പുലർച്ചയോടെയാണ് അവസാനിച്ചതെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാലക്കാടിലെ ഇരട്ട ബ്രിട്ടീഷ് പാലങ്ങളുടെ കാഴ്ചകൾ. സമയം കിട്ടുമ്പോൾ ഇവിടെ വന്ന് ഈ പാലങ്ങളുടെ ഭംഗിയൊക്കെ എല്ലാവരും ആസ്വദിക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും പോരായ്മകളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ശരി.